നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024-25 സീസൺ ഇറങ്ങുന്ന കാർലോ ആൻസലോട്ടിയുടെ, വിനീഷ്യസ് ജൂനിയറിന്റെ, കിലിയൻ എംബാപ്പയുടെ, റോഡ്രിഗോയുടെ, ജൂഡ് ബെല്ലിംഗാമിന്റെ, വാൽവേർഡയുടെ റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. ലാസ്റ്റ് ഇയറിലെ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ് ഇൻ യൂറോപ്പ് ഏതായിരുന്നു ചോദിച്ചാൽ ഇറ്റ് വാസ് റയൽ മാഡ്രിഡ്. ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, ഇപ്പം കോപ്പ ഡെൽ ഒഴികെയുള്ള ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം സൂപ്പർ കപ്പ് അടിച്ചു, ലലീഗയിലെ ചാമ്പ്യന്മാരായിരുന്നു. ആൻഡ് ഈ സീസണിലും UEFA സൂപ്പർ കപ്പ് നേടിക്കൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. സോ ലാസ്റ്റ് ഇയറിലെ നമുക്കറിയാം റയൽ മാഡ്രിഡ് സ്റ്റാർട്ട് അധികം സൂപ്പർ അല്ലായിരുന്നു. ഈവൻ ദോ മാച്ചുകൾ ജയിക്കുന്നുണ്ട്, പോയിന്റ്സ് നേടുന്നുണ്ടെങ്കിലും ഫാൻസ് കുറച്ച് കൺസേൺഡ് ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന് ശേഷമുള്ള ഒരു ലോസിന് ശേഷം കാർലോ ആൻസലോട്ടി ആളുടെ സിസ്റ്റം മാറ്റുകയും, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4-4-2 ഡയമണ്ട് ഫോർമേഷൻ അത് അതിന് മുമ്പും യൂസ് ചെയ്തു. ബട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു തരത്തിൽ മേ ബി ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിന് ലോസിന് ശേഷം വേറൊരു ഗിയറിലോട്ട് റയൽ മാഡ്രിഡ് മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അണ്ടർ ആൻസലോട്ടി, റയൽ മാഡ്രിഡ് ഫുൾ 90 മിനിറ്റ്സ് ഗെയിം ഡോമിനേറ്റ് ചെയ്യാറില്ല. അവർ മേ ബി ഗെയിമിൽ ഒരു 10-15 മിനിറ്റിൽ അവരുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡോമിനേഷൻ നമ്മൾ കാണും. ആ ഒരു 15 മിനിറ്റിൽ അവർ ഗെയിം വിൻ ചെയ്യാനായിട്ടുള്ള 1-2 ഗോൾ നേടിക്കൊണ്ട് അവർ പോവുകയും ചെയ്യും. അതേസമയത്ത് ഒപ്പോണന്റ് നല്ലപോലെ കളിക്കുകയാണെന്ന് അവർക്ക് തോന്നിയാലും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കാറുമില്ല. അസ് എ ടീം ദേ ഡിഫെൻഡ് വെൽ, അസ് എ ടീം ദേ അറ്റാക്ക് വെൽ. ലാസ്റ്റ് ഇയർ ഈഗോ ഇഷ്യൂസോ മറ്റും ഒന്നുമില്ലായിരുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെ അൺബിലീവബിൾ സീസൺ ആയിരുന്നു ലാസ്റ്റ് ഇയർ. റോഡ്രിഗോ വാസ് ഓക്കെ, ഗൂളർ, ബ്രഹീം ഡിയാസ് പോലത്തെ യങ്സ്റ്റേഴ്സ് വരുന്നു, സ്റ്റെപ്പ് അപ്പ് ആവുന്നു. ആൻഡ് ജൂഡ് ബെല്ലിംഗാമിന്റെ സൈനിങ് അന്യായമായിരുന്നു. എക്സ്പെക്ട് ചെയ്തില്ല ഒരു മിഡ്ഫീൽഡറിൽ നിന്ന് ഈ ഒരു ഔട്ട്പുട്ട്. സോ ലാസ്റ്റ് സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സീസണിൽ അവർ ബിഗ്ഗസ്റ്റ് ലോസ്, അഥവാ അവരെ ബിഗ്ഗസ്റ്റ് വറിയിങ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ടോണി ക്രൂസിന്റെ അഭാവമാണ്. സോ അവിടെ ടോണി ക്രൂസ് എന്ന് പറയുന്ന പ്രോബബ്ലി വേൾഡ്സ് ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് തന്നെ പറയാവുന്ന മിഡ്ഫീൽഡറിനെ അവർക്ക് ലോസ് ആയിരിക്കുകയാണ്. പകരം പ്രോബബ്ലി വേൾഡ്സ് ബെസ്റ്റ് പ്ലെയർ ആയ കിലിയൻ എംബാപ്പേനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആഡ് ചെയ്തിരിക്കുകയാണ്, അതും ഫ്രീ ഏജന്റായിട്ട്. സോ ടോണി ക്രൂസ് ലാസ്റ്റ് ഇയർ റയൽ മാഡ്രിഡിന്റെ എല്ലാ മാച്ചുകളിലും ക്രൂഷ്യൽ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ അധികം ക്രൂഷ്യൽ ആയിരുന്നു. പ്രോബബ്ലി അവരുടെ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീസ് വരും. ലാസ്റ്റ് ഇയർ ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് റയൽ മാഡ്രിഡ് നേരിട്ടിട്ടുണ്ട്, ഡിഫെൻസീവിലും ഒഫൻസീവിലും. എസ്പെഷ്യലി ഡിഫൻസിൽ സെന്റർ ബാക്സിന് ഇപ്പോഴും അലബ ഇഞ്ചേർഡ് ആണ്. ലാസ്റ്റ് സീസൺ റുഡിഗർ മിസ്സായ മാച്ചുകളുണ്ടായിരുന്നു, ചെറിയ ഇഞ്ചുറി സസ്പെൻഷനും കാരണം. മിലിറ്റാവോ ഇഞ്ചുറി കാരണം കണ്ടിന്യൂസ് ഔട്ട് ആയിരുന്നു. സോ നാച്ചോ സ്റ്റെപ്പ് അപ്പ് ചെയ്തു, ചൗമനി CB ആയിട്ട് കളിച്ചു, ഈവൻ കർവഹാൾ CB ആയിട്ട് കവർ കൊടുത്തു. സോ അവരെ ആസ് എ ടീം ഇത് ചെയ്തു. ബട്ട് ക്രൂസ് എന്ന് പറയുന്ന ഒരു പില്ലർ എല്ലാ ഇമ്പോർട്ടൻറ്റ് മാച്ചിലും പ്രസന്റ് ആയിരുന്നു. പുള്ളിയുടെ പ്രസൻസ് വൈറ്റലും ആയിരുന്നു റയൽ മാഡ്രിഡിന്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ക്രൂസിന്റെ അഭാവം എങ്ങനെ നികത്തും എന്നുള്ളതാണ് റയൽ മാഡ്രിഡ് ഫാൻസും ലോക ഫുട്ബോളിലെ കോമൺ ഫുട്ബോൾ ഫാൻസും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഈ ഫസ്റ്റ് സൂപ്പർ കപ്പ് മാച്ചിലും അതുപോലെ തന്നെ ഫസ്റ്റ് ലലീഗ മാച്ച് മയോർക്കയ്ക്ക് അഗേൻസ്റ്റും ക്രൂസിന്റെ അഭാവം ക്ലിയർലി വിസിബിൾ ആയിരുന്നു. 4-4-2 നിന്നും മാറി ഒരു 4-3-3 ട്രഡീഷണൽ 4-3-3 ഫോർമേഷനിലോട്ട് തിരിച്ച് റയൽ മാഡ്രിഡ് പോയിരിക്കുകയാണ്. കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ, പ്രോബബ്ലി വേൾഡിലെ മോസ്റ്റ് എക്സൈറ്റിംഗ് ഡൈനാമിക്, വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് 3 പ്ലേയേഴ്സ് അടങ്ങുന്ന ഒരു ഫ്രണ്ട് 3. കൂടെ മിഡ്ഫീൽഡ് വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സ് ആയ ജൂഡ് ബെല്ലിംഗമും വാൽവേർഡയും ചൗമനിയും കമോയിങ്ക പോലത്തെ ഓപ്ഷൻസും, ലൂക്കാ മോഡ്രിച്ചിനെ സ്റ്റിൽ അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൂപ്പർ കപ്പ് മാച്ചിലും അതുപോലെ ലാസ്റ്റ് മയോർക്ക മാച്ചിലും റയൽ മാഡ്രിഡ് അറ്റ് ദെയർ ബെസ്റ്റ് അല്ലായിരുന്നു. ബട്ട് ഇൻ സൂപ്പർ കപ്പ് മാച്ച് സെക്കൻഡ് ഹാഫിൽ അറ്റ്ലാന്റിക് അഗേൻസ്റ്റ് ആസ് എ ടീം അവർ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ബട്ട് ലാസ്റ്റ് ഗെയിം മയോർക്കയ്ക്ക് അഗേൻസ്റ്റ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞോളൂ, ആ വീഡിയോ കണ്ടവർക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സും ആ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ്സും, ആ മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന നേരത്തിൽ വെൻ ടു ഇനിഷ്യേറ്റ് ആ പ്രസ്, ആ ഒരു ഗ്യാപ്പ് ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സും സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ്സിലും ഉള്ള ഒരു ഗ്യാപ്പ് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. മയോർക്ക അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോറി കറണ്ട് ഇപ്പം പോയിട്ട് ലൈറ്റ് പെട്ടെന്ന് കട്ടായി. സോ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് ടീമിൽ ഈ സീസൺ ആൻസലോട്ടിക്ക് ഫസ്റ്റ് കണ്ടെത്തേണ്ടത് ആ ഒരു ഫ്രണ്ട് 3 ഡൈനാമിക്സിലെ ബാലൻസ് കണ്ടെത്തണം. ലാസ്റ്റ് മയോർക്ക മാച്ചിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും നാച്ചുറലി ലെഫ്റ്റിലോട്ട് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഗെയിം നമ്മൾ കാണുകയും ചെയ്തു. ബട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ആ ഒരു പ്രസ് എപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ബ്രീത്തിങ് സ്പേസ് ഒപ്പോണന്റിന് കൊടുക്കരുത്. ലാസ്റ്റ് ഇയർ നമുക്കറിയാം ജൂഡ് ബെല്ലിംഗം ഒരു അറ്റാക്കിംഗ് 10, ആ ഒരു മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് റോൾസിൽ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. പിന്നീട് അവസാനമൊക്കെ നമ്മൾ കണ്ടു കുറച്ച് ഡിഫെൻസീവ്ലി നമ്പർ 8 റോളിലോട്ട് മാറി, അപ്പോഴേക്കും ഗോൾ അടി കുറച്ച് കുറഞ്ഞു. പക്ഷേ എന്നാലും ജൂഡ് ബെല്ലിംഗം ഈ സീസണിൽ വിൽ ബി പ്ലേയിങ് ആസ് എ പ്രോപ്പർ നമ്പർ 8. അഥവാ ഈവൻ ലാസ്റ്റ് മാച്ചുകൾ കണ്ടു, ഈവൻ ക്രൂസിന്റെ അഭാവം നിർത്താനായിട്ട് പലപ്പോഴും ജൂഡ് ബെല്ലിംഗം ബിൽഡപ്പ് ഫേസിൽ ഡീപ്പിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവർ. ഈവൻ നമുക്ക് അതിനകത്ത് തന്നെ ജൂഡ് ബെല്ലിംഗമിന്റെ ഒരു പ്രസൻസ് ആ മിഡ്ഫീൽഡ് എസ്പെഷ്യലി പ്രസ്സിംഗ് ടൈമിലും മറ്റുമൊക്കെ വിത്തൗട്ട് ദ ബോൾ ഹയർ ഓഫ് ദ പിച്ചിൽ കുറച്ച് ലൂസാവും.
സോ ലാസ്റ്റ് ഇയർ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആ ഒരു പ്ലെയർ ആയിട്ട് ആ ഡിഫൻഡേഴ്സിന് അഗേൻസ്റ്റ് പ്രസ് ചെയ്യണോ വേണ്ടോ എന്ന് ഓർത്ത് ആളുടെ വർക്ക് ലോഡ് നൈസാണ് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാനെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ നിൽക്കുക. ആ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ റോഡ്രിഗോ പലപ്പോഴും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, കൂടാതെ സെൻട്രൽ ഏരിയാസ് നിൽക്കാറുണ്ട്. ആൻഡ് ജൂഡ് ബെല്ലിംഗം എപ്പോഴും ഉണ്ടായിരുന്നു ആ ഒരു ബ്രീത്തിങ് സ്പേസ് കളയാനായിട്ടും പെട്ടെന്ന് തന്നെ ക്വിക്ലി ചില സമയത്ത് ഇനിഷ്യേറ്റ് ചെയ്യാനാണ്, എപ്പോൾ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഒരു കോൾ കൊടുക്കാനായിട്ട് ജൂഡ് ബെല്ലിംഗമിന് സാധിക്കുമായിരുന്നു. വളരെയധികം ഹൈ ഇന്റലിജൻസ് ഉള്ള പ്ലെയറാണ് ജൂഡ് ബെല്ലിംഗം. ബട്ട് ഈ സീസണിൽ ബിക്കോസ് ലാസ്റ്റ് മാച്ചിൽ നമ്മൾ ജൂഡ് ബെല്ലിംഗം കുറച്ചുകൂടെ ഡീപ്പിൽ നിൽക്കുന്നതിനാൽ ആ ഒരു പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് മടിക്കുന്നുണ്ട്. പലപ്പോഴും ലാസ്റ്റ് ഗെയിമിൽ മയോർക്കയ്ക്ക് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുകയും ആ ഒരു അറ്റാക്കിലോട്ട് അഥവാ വാൽവേർഡ് എപ്പം പ്രസ് ചെയ്യണം കൺഫ്യൂസ്ഡ് ആയി നിന്നിട്ട് ആ ഒരു സ്പേസിലോട്ട് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ടീം ആ മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ പ്രസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒപ്പോണൻസിന് ബോൾ ക്വിക്ലി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബ്രീത്തിങ് സ്പേസ് റയൽ മാഡ്രിഡ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു പ്രസ്സിങ് ഇന്റൻസിറ്റി വെൻ ടു ഇനിഷ്യേറ്റ് ആ പ്രസ്, ആ ഒരു ഗ്യാപ്പ് ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സും സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ്സിനും ഇടയിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പ് അവർക്ക് കമ്മിങ് മാച്ചസിൽ അത് സോർട്ട് ഔട്ട് ചെയ്തേ പറ്റും. അതായിരിക്കും റയൽ മാഡ്രിഡ് ക്ലിയർലി നോക്കുന്ന ഒരു കാര്യം. കൂടാതെ വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ ഇവർ മൂന്നുപേരും എങ്ങനെ സെറ്റപ്പ് ചെയ്യും, ഈ സൂപ്പർ സ്റ്റാർസ് വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കുന്നുണ്ട്. ആ ഒരു സെൽഫിഷ്നെസ് മാറ്റുക. നമുക്കറിയാം ലാസ്റ്റ് സീസൺ പ്രോബ്ലി വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗം, ഗൂളറെ, വാൽവർ ഇവരെല്ലാം കർവഹാൾ ഇവരൊക്കെ ക്രൂഷ്യൽ ഗോളുകളായിട്ട് ചിപ്പിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനകത്ത് തന്നെ അവർക്കറിയാം എങ്ങനെ ഗോൾ അടിക്കണം എന്നുള്ളൊരു അൺസെൽഫിഷ്നെസ് ഉള്ള ഒരു ടീമായിരുന്നു. ടീം എന്ന നിലയിൽ അവർ ഗോൾ അടിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഈ സീസൺ ഒരു എംബാപ്പയെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക എന്നുള്ള ഒരു പ്ലാൻ മാത്രമാക്കാതെ ആസ് എ ടീം ഹോൾ അവർ ഗോൾ അടിക്കാൻ ശ്രമിക്കുമെന്നാണ് തോന്നുന്നത്. സോ സെൽഫിഷ്നെസ് മാറ്റി ആസ് എ ടീം അവർ പെർഫോം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം എംബാപ്പയുടെ മേലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആരോപണങ്ങളിൽ ഒന്നാണ് ആളുടെ ലാക്ക് ഓഫ് പ്രസിംഗ് ഇന്റൻസിറ്റി. രണ്ട്, കുറച്ച് സെൽഫിഷ് ആണെന്നും എല്ലാവരും പറയാറുണ്ട്. അത് അർത്ഥത്തിൽ സത്യമാണ്. ബട്ട് റയൽ മാഡ്രിഡിൽ വന്നിട്ട് ആൾ കുറച്ച് വർക്ക് ലോഡ് എടുത്തേ പറ്റൂ. ഒന്ന്, രണ്ട്, ആൾ സെൽഫിഷ്നെസ് കാണിക്കാൻ പോയാൽ ആസ് എ ടീം അത് വർക്കാവാൻ പോകുന്നില്ല. സോ അതും ആൾ മാറ്റി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് റോഡ്രിഗോ ഈ സീസൺ കീ ആയിരിക്കും. ആ ഒരു ബെൻസിമ റോൾ, ആ ഒരു ലിങ്കപ്പ് റോളിൽ റോഡ്രിഗോ കീ ആയിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ആൻഡ് ഡിഫൻസിൽ പ്രോബബ്ലി അവർ കുറച്ച് അഡീഷൻസ് നടത്താത്തത് മേ ബി ബാക്ക് ഫയർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ സീസൺ. നമുക്കറിയാം അലബ ഇഞ്ചേർഡ് ആണ്, ആള് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. റുഡിഗറെ അതുപോലെ തന്നെ മിലിറ്റോ ആൻഡ് അലബ ഈ മൂന്ന് പ്രോപ്പർ CB ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ വലേഹോ ഒക്കെ പോലത്തെ അക്കാഡമി പ്ലേയേഴ്സിലോട്ട് നീങ്ങേണ്ടി വരും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് കർവാൾ, വാസ്കസ് ഈ സീസൺ തള്ളി നീക്കാം. ലെഫ്റ്റ് ബാക്കിന് മെൻഡി ഗാർഷ്യ ഉണ്ട്, അതും തള്ളി നീക്കാം. ഡിഫൻസിൽ നമ്മൾ നോക്കാനായിട്ടാണ് കോർട്ടോ ഉണ്ട്, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ചൗമനി ഉണ്ട്, ലൂക്ക മോഡ്രിച്ച് ചെയ്തിട്ടുണ്ട്, കമവിംഗ ഉണ്ട് അവിടെ. സോ ഒബ്വിയസ്ലി മിഡ്ഫീൽഡും അറ്റാക്കിലും ഓക്കെയാണ്. ഡിഫൻസിന് മേ ബി ഒരു ഇഞ്ചുറി ഇഷ്യൂസ് വന്നാൽ തിരിച്ച് ചൗമനി CB ആയാൽ മാറേണ്ടയൊക്കെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാസ്റ്റ് ഇയർ അവർ അടിപൊളിയായിട്ട് പോയി, ബട്ട് എപ്പോഴും വർക്ക് ആവണമെന്നില്ല. മേ ബി വിൻഡോ തീരുന്നതിന് മുമ്പ് ഇനി സൈനിങ് ഉണ്ടാകത്തില്ലെന്നാണ് കേട്ട്. ബട്ട് റിയലിസ്റ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ ഒരു CB ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് 1 CB ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആൻഡ് ലുനിൻ്റെ ഫ്യൂച്ചർ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമോ പോകുന്ന രീതിയിൽ അത് വലിയ കൺഫ്യൂഷൻ അല്ല. ആൻഡ് നമുക്ക് നോക്കാം. റയൽ മാഡ്രിഡ് ഈ സീസൺ ഓൺ പേപ്പർ ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ്സ്, ലലീഗ ഫേവറേറ്റ്സ്. ഓൺ പേപ്പർ റയൽ മാഡ്രിഡ് ആണ് എല്ലാത്തിലും ഫേവറേറ്റ്സ്. ഈവൻ ഈ സീസൺ അവർക്ക് ലലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും ഫൈനലിലെത്താൻ കപ്പടിക്കുക. ലലീഗ അവർ ക്ലിയർ ഫേവറേറ്റ്സ് ആണ്. ലലീഗ ഈ സ്കോർ വെച്ച് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ഡിസപ്പോയിൻമെന്റ് ഫോർ ദം വിത്തൗട്ട് എ ഡൗട്ട്. സോ എന്ത് റയൽ മാഡ്രിഡ് ഈ സ്ക്വാഡ് വെച്ച് കാണിക്കും എന്നുള്ള ഈഗർലി വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ നമ്മൾ ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിനല്ല, അതായത് ഈ ഈഗോസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസിനെല്ലാം കാർലോ ആൻസലോട്ടിയേക്കാളും നന്നായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ഒരു മാനേജർ ഇല്ല. സോ അതിനകത്ത് തന്നെ നമ്മൾ ഒത്തിരി അറിയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ മാച്ചുകളിൽ റയൽ മാഡ്രിഡ് ഇച്ചിരി മോശമായാലും മേ ബി ഒരു ഫസ്റ്റ് 3-4 മന്ത്സ് ക്രൂസിന്റെ അഭാവം ക്ലിയർലി വിസിബിൾ ആയിരിക്കും. അതെങ്ങനെ അവർ കോപ്പപ്പ് ചെയ്യും എന്നുള്ളതായിരിക്കും എല്ലാവരും നോക്കിയിരിക്കുക. ഇവൻ ലാസ്റ്റ് സീസണിൽ നമുക്കറിയാം ബൈ ഡിസംബർ ആയപ്പോഴാണ് റയൽ മാഡ്രിഡ് ആയത്. സോ ഈ സീസണിൽ മേ ബി ഒരു 3-4 മന്ത്സ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പോലെ കുറച്ച് എന്നാ പറയുക, കുറച്ച് അൺസെറ്റിൽഡ് സൈഡ് പോലെ തോന്നുമായിരിക്കും. ബട്ട് ബൈ ഡിസംബർ, ബൈ ജാനുവരി റയൽ മാഡ്രിഡ് അവർ റൺ തുടങ്ങുമ്പോൾ കാർലോ ആൻസലോട്ടി വിൽ സോർട്ട് ദിസ് ടീം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഈ ഫ്രണ്ട് ത്രീയിലുള്ള ഈഗോ ഇഷ്യൂസും മറ്റുമൊക്കെ ആള് സോർട്ട് ഔട്ട് ചെയ്ത് റയൽ മാഡ്രിഡ് ആണ്. ഫ്രണ്ടിൽ ആര് ഈഗോ ഇഷ്യൂസ് കാണിച്ചാൽ എത്ര വലിയ പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ അവർ പിടിച്ച് ബെഞ്ച് ചെയ്യും. അത് റയൽ മാഡ്രിഡിനുള്ള ഒരു പ്രത്യേക പവറാണ്. അത് കാർലോ ആൻസലോട്ടിക്ക് പെർസ് ഫുൾ പവർ കൊടുത്തിട്ടുണ്ട്. അങ്ങേരെ അനാവശ്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടാറില്ല. സോ കിലിയൻ എംബാപ്പെ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ആരാണോ സെൽഫിഷ്നെസ് കാണിക്കുന്ന ആൾ ടീമിന് വേണ്ടി ഔട്ട്പുട്ട് കൊടുക്കുന്നില്ലെന്ന് തോന്നിയാൽ ബെഞ്ച് ചെയ്യപ്പെടും. അത് അത്രേ ഉള്ളൂ. ആൻഡ് കാർലോ ആൻസലോട്ടി വിൽ ഫൈൻഡ് ആൻ ആൻസർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മേ ബി ഒരു ഫസ്റ്റ് 2 months ഒക്കെ കുറച്ച് റഗ്ഗിഷ് ആയിരിക്കും, കുറച്ച് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിരിക്കും. ബട്ട് ആസ് എ സീസൺ പ്രോഗ്രസ് കാർലോ ആൻസലോട്ടി സൊല്യൂഷൻ കണ്ടെത്തും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ക്ലിയർ ഫേവറേറ്റ്സ്, അവർ മത്സരിക്കുന്ന എല്ലാ ടൈറ്റിൽസിനും ക്ലിയർ ഫേവറേറ്റ്സ് ആണ് റയൽ മാഡ്രിഡ്. വിത്തൗട്ട് എ ഡൗട്ട് പക്ക ക്ലിയർ ഫേവറേറ്റ്സ് ആണ് റയൽ മാഡ്രിഡ് വെൻ ഇറ്റ് കംസ് ടു ഓൾ ദ കോമ്പറ്റീഷൻ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഈ സൈഡിലോട്ട് കിലിയൻ എംബാപ്പെ എത്ര ഗോൾ അടിക്കും എന്നാണ് പേഴ്സണലി തോന്നുന്നത് പറയാം. ഐ തിങ്ക് മേ ബി ലലീഗ പിച്ചിച്ച് നേടാനായിട്ടുള്ള ചാൻസ് ലെവൻഡോസ്കി ആൻഡ്
എംബാപ്പയ്ക്ക് ഇടയിലായിരിക്കും, അതിൽ എംബാപ്പെ ആയിരിക്കും മേ ബി ഈ റയൽ മാഡ്രിഡ് സൈഡിലെ ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന പ്ലെയർ എംബാപ്പെ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഹി മൈറ്റ് ബി ദ ടോപ്പ് സ്കോറർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റയൽ മാഡ്രിഡിന്റെ കോർ ഈ സീസൺ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് വിനീഷ്യസ് ജൂനിയർ തന്നെ ആയിരിക്കും. പ്രോബ്ലി വൺ ഓഫ് മൈ ഫേവറേറ്റ്, ഇഫ് നോട്ട് മൈ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉള്ളതിൽ. സോ ഹി വിൽ ബി കോർ ഇൻ ദിസ് സൈഡ്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന്. വാൽവേർഡെ, ജൂഡ് ബെല്ലിംഗം, ക്രൂസിന്റെ ഇതൊരു അഭാവം നികത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. റയൽ മാഡ്രിഡ് ഇനി സൈനിങ്സ് നടത്തുമോ ഇല്ലയോ? എനിക്ക് പേഴ്സണലി ഇല്ല എന്നാണ് തോന്നുന്നത്. ഈ വിൻഡോയിലോട്ട് ഇനി സൈനിങ്സ് കാണത്തില്ല. ഐ തിങ്ക് ക്രൂസിന്റെ അഭാവം എങ്ങനെ നികത്തും, അതാണ് എല്ലാവരും നോക്കുന്നത്. ലൂക്ക മോഡ്രിച്ച് വിൽ ബി ആൻ ഓഫ് ദ ബെഞ്ച് പ്ലെയർ. ആൾക്കും ലാസ്റ്റ് 15-20 മിനിറ്റ്സ് ഇറങ്ങി ഇമ്പാക്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ഗൂളർ ആൻഡ് ബ്രഹീം ഡിയാസ്, അതിനോട് ഞാൻ കടന്നില്ല. ഗൂളറും ബ്രഹീം ഡിയാസ് ആൻഡ് എൻട്രിക് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്ട് അത് നമ്മൾ വിട്ടുപോയി. എൻട്രിക്ക് ലോണിന് പോകുമെന്നാണ് കേൾക്കുന്നത്. സോറി, വീഡിയോയുടെ അവസാനമാണ് നമ്മൾ എൻട്രിക്കിനെ കുറിച്ച് പറയുന്നത്. സോ എൻട്രിക്ക് ഈ സീസണിൽ ഒരു വൈറ്റൽ റോൾ കാണുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ആൾ മേ ബി ഒരു ലോണിന് പോകുമെന്നുള്ള റൂമറുകൾ സ്ട്രോങ് ആണ്. ഐ തിങ്ക് ബ്രഹീം ഡിയാസ് ആൻഡ് ഗൂളർ ഈ സീസൺ ഓഫ് ദ ബെഞ്ച് ഇറങ്ങി വമ്പൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത പറയാനാണ്. ബ്രഹീം ഡിയാസ് ലാസ്റ്റ് സീസൺ അന്യായമായിരുന്നു. വേറെ ഏത് ടീമിലാണെങ്കിലും ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറാണ്. ഈ റയലിൽ ഇത്രയും കോമ്പറ്റീഷൻ കാരണം ഈ കാനോട്ട് സ്റ്റാർട്ട് അന്യായ പ്ലെയറാണ്. അന്യായ ഗൂളറിനും ഇതൊരു 1.5 സീസൺ ആയിരിക്കും. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പം മറ്റൊരു വീഡിയോ കാണാതെ വരേക്കും. ബൈ.